ഹായ് എവ്രി വൺ. റാൾസിഗ്മ ബോധിസത്വനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് 2 കാർഡുകൾ ഓൺലി 2 പൈൽസ് വെച്ചിട്ടുള്ള ഒരു റീഡിംഗ് ആണ് ഇന്നുള്ളത്. സോ ഇതിൽ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന നിങ്ങൾക്ക് അത്രയും തമ്പനയില് കണ്ടതുപോലെ ഏത് കാർഡാണോ നിങ്ങൾക്ക് എടുക്കാൻ തോന്നിയത് ആ കാർഡ് നിങ്ങൾക്ക് ഇവിടെ എടുക്കാവുന്നതാണ്. അത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ. സോ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. അതിനു മുൻപ് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് റീഡിങ്ങിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ എല്ലാവരുടെ എനർജിയും വരുന്നുണ്ട്. ഇതൊരു പേഴ്സണൽ റീഡിംഗ് അല്ല. അതുകൊണ്ട് എല്ലാവരുടെ എനർജിയും വരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നത് എന്താണോ അത് മാത്രം എടുക്കുക. നിങ്ങൾക്ക് റെസണേറ്റ് ആവാത്തത് ഒരിക്കലും നിങ്ങൾക്ക് എടുക്കേണ്ട ആവശ്യമില്ല. ഇത് ജെൻഡർലെസ് ആണ്. ജെൻഡർലെസ് എന്ന് പറയുമ്പോൾ ഇവിടെ മെയിൽ, ഫീമെയിൽ, ട്രാൻസ്ജെൻഡർ, നോൺ ബൈനറി, എവറി ജെൻഡേഴ്സ്, ഇത് ഏതൊരു ജെൻഡേഴ്സിനും ആപ്ലിക്കബിൾ ആയിട്ടുള്ള റീഡിംഗ് ആണ്. ഓക്കെ. അതുപോലെ തന്നെ ഇതെന്താ പറയുക, ടൈംലെസ് ആണ്. ടൈംലെസ് എന്ന് പറയുമ്പം നിങ്ങൾക്കിത് റെസണേറ്റ് ആയതുകൊണ്ട് നിങ്ങൾക്കിത് സേവ് ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ ഇനി ഇത് നിങ്ങൾ എപ്പോഴൊക്കെയാണോ നിങ്ങളിത് കാണുന്നത്, അല്ലെങ്കിൽ ഇതെപ്പം കണ്ടു കഴിഞ്ഞാലും നിങ്ങൾക്കിത് ആപ്ലിക്കബിൾ ആവുന്നതായിരിക്കും. ഓക്കെ. സോ നിങ്ങൾക്ക് അപ്പോഴൊക്കെ ഇത് റെസണേറ്റ് ആണ്. നിങ്ങൾക്ക് ഏറ്റവും വിശ്വാസമുള്ള എനർജി, അത് ഇന്നത്തെ ഗൈഡൻസ് മഹാകാളി എന്നാണ്. പക്ഷെ നിങ്ങൾക്ക് വിശ്വാസമുള്ള എനർജി അത് ജീസസ് ആവാം, അല്ലെങ്കിൽ ബുദ്ധ ബോധിസത്വയാകാം, ശിവനാകാം, ഗണേശനാകാം, ദേവിയാകാം, അല്ലെങ്കിൽ യൂണിവേഴ്സ്, UFO, ആർച്ച് ഏലിയൻസ്, ഇതിൽ ഏത് എനർജീസുമായിട്ടാണോ നിങ്ങൾക്ക് കൂടുതൽ ബന്ധമുള്ളത്, നിങ്ങൾ ആരിലാണോ ട്രസ്റ്റ് ചെയ്യുന്നത്, അതിനനുസരിച്ച് നിങ്ങൾക്ക് ഈ ഗൈഡൻസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. ഓക്കെ. സോ ഞാനിനി പറയാം. ഞാൻ കൗണ്ട് ഡൗൺ ചെയ്യാൻ പോകുന്നതിന് ഞാൻ കൗണ്ട് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, ആ ഒരു സമയത്ത് നിങ്ങൾക്ക് മെഡിറ്റേഷനിലേക്ക് പോവാം, വീഡിയോ പോസ് ചെയ്തുകൊണ്ട്. ആ മെഡിറ്റേഷന് നല്ല രീതിയിൽ മെഡിറ്റേറ്റ് ചെയ്തിട്ട് ഏത് ഡക്കാണോ നിങ്ങൾക്ക് എടുക്കാൻ തോന്നുന്നത് ആ ഡക്ക് മാത്രം നിങ്ങൾ സെലക്ട് ചെയ്യുക. ഏത് എടുക്കാൻ തോന്നുന്നു അത് മാത്രം നിങ്ങൾ സെലക്ട് ചെയ്യുക. ഓക്കെ. സോ നിങ്ങൾ മെഡിറ്റേഷനിലേക്ക് പോയിക്കോളൂ. റെഡി, 1 2 3 സ്റ്റാർട്ട്. ഓക്കെ. അപ്പം നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്തിട്ടുണ്ടാവും. സോ ഫസ്റ്റ് ഫയൽ സെലക്ട് ചെയ്തവർക്ക് വന്നിട്ടുള്ള ഡേറ്റിംഗ് ഒരു ബോധിസത്വൻ റെഡ് ആഗ്നിയാണ്. റെഡ് ആഗ്നിയാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത്. സെക്കൻഡ് എടുത്തവർക്ക് വന്നിട്ടുള്ള ഡേറ്റി വജ്രവാരാഹിയാണ്. ഓക്കെ. വാരാഹി ദേവിയാണ് വന്നിട്ടുള്ളത്. സോ ഫസ്റ്റ് റെഡ് ആഗ്നി, സെക്കൻഡ് വജ്രവാരാഹി. ഓക്കെ. സോ റെഡ് ആഗ്നിയുടെ എനർജിയെ നമുക്ക് ത്രിപുര സുന്ദരിയായിട്ട് അല്ലെങ്കിൽ ലളിതാംബികയായിട്ട് പറയാം. വജ്രവാരാഹി വാരാഹിയാണ്. ഓക്കെ. വാരാഹി സ്വരൂപത്തിലും എടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് 2 പൈൽസ് വന്നിട്ടുള്ളത്. ഇതിലപ്പം ഫസ്റ്റ് പൈലിൻ്റെ റീഡിങ്ങിലേക്ക് കടക്കാം. ആദ്യത്തെ പൈല് സെലക്ട് ചെയ്തവർക്ക് വന്നിട്ടുള്ള ഒരു കാർഡ് എന്ന് പറയുന്നത് അത് റെഡ് ആഗ്നിയാണ് വന്നിട്ടുള്ളത്. കണ്ടില്ലേ, റെഡ് ആഗ്നി. ദ റെഡ് ആഗ്നി കാർഡ്, who dances in Mahakala's heart. Love is the most powerful force of all. So വൈറ്റ് മഹാകാലൻ്റെ മണ്ഡലത്തിൽ നൃത്തം ചെയ്യുന്ന യോഗിനിയാണ് റെഡ് ആഗ്നി. സോ ശിവൻ്റെ ശക്തിയാണ് വൈറ്റ് മഹാകാലം എന്ന് വെച്ചാൽ ശിവനാണ്, അല്ലെങ്കിൽ അവലോകിതേശ്വരനാണ്, രണ്ടും ഒന്നാണ്. സോ അദ്ദേഹത്തിൻ്റെ ശക്തിയാണ് റെഡ് യോഗിനി, അതായത് പാർവതി ദേവി തന്നെയാണ്. ഓക്കെ. സോ ആ ഒരു ശക്തിയാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത്. നിങ്ങളോട് റെഡ് ആഗ്നി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സമയത്ത്, അതായത് ഈ ഒരു റീഡിംഗ് സെലക്ട് ചെയ്യുന്ന ആൾക്കാരെന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കാറ്റഗറീസ് ഉള്ള ആൾക്കാരുണ്ടാവും. അതിൽ ആദ്യത്തെ കാറ്റഗറി എന്ന് പറയുന്നത് മാനിഫെസ്റ്റേഷനും സ്പിരിച്വാലിറ്റിയും ഒക്കെയും കണ്ടിന്യൂ ചെയ്ത്, ഇപ്പം നിങ്ങൾ ഒരു പ്രത്യേക കാര്യം നിങ്ങളിപ്പം മാനിഫെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. പക്ഷെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എവിടുന്ന് അതിങ്ങനെ സയൻസ് കിട്ടുന്നുണ്ട്, ഓൾറെഡി നിങ്ങൾക്ക് വേണ്ട സയൻസ് കിട്ടുന്നുണ്ട്. പക്ഷേ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു ട്രിഗർ വരുന്നുണ്ട്. അതായത് ഒരു കൺഫ്യൂഷൻ, ഞാൻ ഇങ്ങനെ തന്നെയാണോ മുന്നോട്ട് പോകേണ്ടത്, അല്ലെങ്കിൽ എൻ്റെ വേ ഓഫ് പാത്ത് ഇങ്ങനെയാണോ. അങ്ങനെയുള്ളവരോട് പറയുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ പോകുന്ന പാത ശരിയാണ്.
പിന്നെ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പാതയിൽ നിങ്ങളുടെ ആർച്ചേഞ്ചൽസിനെ വിളിക്കാൻ പറ്റിയാൽ അത് ഏറ്റവും നല്ലതാണ്. ബിക്കോസ് നിങ്ങളുടെ ആർച്ചേഞ്ചൽസ് എന്ന് പറയുന്നത് ഇപ്പം ഈ ഒരു റീഡിങ്ങിന്റെ ആർച്ചേഞ്ചൽ എന്ന് പറയുന്നത് വൈറ്റ് മഹാകാലനാണ്. സോ വൈറ്റ് മഹാകാലൻ അല്ലെങ്കിൽ റെഡ് ഡാഗിനിയാണ് ഈ ഒരു റീഡിങ്ങിന്റെ ആർച്ചേഞ്ചൽസ് എന്ന് പറയുന്നത്. സോ നിങ്ങളുടെ ആർച്ചേഞ്ചൽസ് ആരാണോ അവരെ കണക്ട് ചെയ്യുക, അവരിൽ മെഡിറ്റേറ്റ് ചെയ്യുക, ഇതൊക്കെയും നിങ്ങളുടെ പാതയെ കൂടുതൽ ശക്തിപ്പെടുത്തും. അതുകൊണ്ട് നിങ്ങൾ ഇപ്പം പോകുന്ന കാര്യം ആലോചിച്ച് നിങ്ങൾക്ക് പോസിറ്റീവ് ഔട്ട്കംസ് ആണ് വരുന്നത്. പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ അപ്പോഴും ഇങ്ങനെ എന്താ പറയാ, ഒരു സ്ട്രഗിൾസ് നടക്കുന്നുണ്ട്. സോ ആ സ്ട്രഗിൾസിനെ നിങ്ങൾ കാര്യമാക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് പോകാവുന്നതാണ്. ഓക്കെ. അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു കാര്യം പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു ചിലര് അവിടെ എപ്പോഴും എന്താണ് ചെയ്യേണ്ടത്, സ്പിരിച്വൽ പാത്തിൽ എന്താ ചെയ്യേണ്ടതെന്ന് പറയും. പക്ഷെ നിങ്ങളോട് പറയുന്നത് ഒരുപക്ഷെ നിങ്ങൾ മുൻപ് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് പിന്നീട് അത് നിർത്തിയവരായിരിക്കും. നിങ്ങളോട് പറയുന്നത് മുൻപ് ചെയ്തത് എന്താണോ അത് തന്നെയാണ്, അത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. കാരണം അപ്പോൾ നിങ്ങളത് ചെയ്തപ്പം പോസിറ്റിവിറ്റിയാണ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നത്. സോ അത് നിങ്ങളുടെ ബേസ് ആണ്, നിങ്ങളത് കണ്ടിന്യൂ ചെയ്യണം. ഓക്കെ. ഇനി മറ്റു കാര്യങ്ങളിലേക്ക് പോകുമ്പം സെൽഫ് ലവ് ഇല്ലാതെ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ നിന്നുകൊണ്ട് അവിടുന്ന് ഒരുപാട് സ്ട്രഗിൾസ് നേരിടുന്ന ഒരു വ്യക്തിയായിരിക്കും നിങ്ങൾ. ഓക്കെ. ബിക്കോസ് ഇവിടെ റെഡ് ആഗ്നി പറയുന്ന ലവ് ഈസ് ദ മോസ്റ്റ് പവർഫുൾ ഫോഴ്സ് ഓഫ് ഓൾ എന്നാണ്. അതിൽ നിങ്ങളുടെ ആ ഒരു പ്രോബ്ലം കാണിക്കുന്നുണ്ട്. കാരണം ഒരു റിലേഷൻഷിപ്പിൽ നിന്നിട്ട് അത് ഭയങ്കരം എന്താ പറയാ, അതിൽ നിന്ന് ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ, അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള തേർഡ് പാർട്ടീസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രോബ്ലംസ് നിങ്ങൾക്ക് അവിടെ കാണുന്നുണ്ട്. തേർഡ് പാർട്ടി എന്ന് പറയുമ്പം ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ളതിന്റെ ഇടയിൽ ഒരാൾ വന്നിട്ട് കയറി ഇടപെടുന്ന അതല്ല തേർഡ് പാർട്ടി. ഒരാൾ കയറി വന്ന് ഇഷ്ടം സ്ഥാപിക്കാൻ നോക്കുന്നത് അത് മാത്രമല്ല തേർഡ് പാർട്ടി. തേർഡ് പാർട്ടി എന്ന് പറയുന്നത് എവറിത്തിങ്. ഫാമിലി തേർഡ് പാർട്ടിയാണ്. അതുപോലെ നിങ്ങളുടെ മനസ്സിലുള്ള ഭയം ഒരു തേർഡ് പാർട്ടിയാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള സംശയം ഒരു തേർഡ് പാർട്ടിയാണ്. ഇതെല്ലാം തേർഡ് പാർട്ടിയാണ്. സോ നിങ്ങൾക്ക് എന്താണോ അവിടെ അവോയ്ഡ് ചെയ്യേണ്ടത് അതിനെ നിങ്ങൾ അവോയ്ഡ് ചെയ്യണം. മാത്രമല്ല നിങ്ങളുടെ പാർട്ട്ണറിന് നിങ്ങൾ കൊടുക്കേണ്ടത് സ്നേഹമാണ്, അല്ലാതെ അറ്റാച്ച്മെന്റ് അല്ല. അവരെ ഇങ്ങനെ വീർപ്പ് മുട്ടിക്കുകയല്ല വേണ്ടത്. സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കാൻ പറ്റില്ല നമ്മൾ കാര്യം. സ്നേഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു ബന്ധനത്തെയും ഇല്ലാതാക്കുന്ന അതിശക്തമായ ആയുധമാണ്. എവറിത്തിങ്, എല്ലാത്തിൻ്റെയും പിന്നിലുള്ളത് സ്നേഹമാണ്. ഓക്കെ. സോ അത് നിങ്ങൾ ആ ഒരു യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. മാത്രമല്ല നിസ്വാർത്ഥമായി തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം. അങ്ങനെയാണ്. അതുപോലെ ഏറ്റവും നിങ്ങൾക്ക് വേണ്ടത് സെൽഫ് ലവ് ആണ് വേണ്ടത്. അതുമാത്രമല്ല ഒരുപാട് പേര് ഇതിൽ ഡിപ്രഷനും കാര്യങ്ങളും അനുഭവിച്ച് നിൽക്കുന്നത് കാണാം. അല്ലെങ്കിൽ ഒരുപാട് പ്രതിസന്ധികൾ ചെയ്തിട്ട് പണ്ട് നിങ്ങൾ ഭയങ്കരം ബ്യൂട്ടിഫുൾ ആയിരുന്നു, അല്ലെങ്കിൽ പണ്ട് നിങ്ങൾ അത്രത്തോളം ഉത്സാഹം അല്ലെങ്കിൽ എനർജറ്റിക് അത്ര ഇതായിരുന്നു. പക്ഷെ ഇപ്പം അതില്ലാതെ സഫർ ചെയ്യുന്ന ആൾക്കാരും ഇതിൻ്റെ ഇടയിലുണ്ട്. പക്ഷെ നിങ്ങളോട് പറയുന്നത് എന്താന്ന് വെച്ചാൽ റെഡാഗിനി പറയുന്നത് സഫർ ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. പണ്ടത്തെ അതേ നിങ്ങൾ തന്നെ ഇപ്പോഴും ഉള്ളത്. പക്ഷെ ബ്ലോക്കേജ് എന്ന് പറയുന്ന ഒരു ഇല്യൂഷൻ, അല്ലെങ്കിൽ സങ്കടങ്ങൾ എന്ന് പറയുന്ന ഒരു ഇല്യൂഷൻ കാരണം നിങ്ങൾ ഇപ്പോഴും സഫർ ചെയ്തുകൊണ്ടിരിക്കുവാണ്. പക്ഷെ ആ സഫറിങ്സിനെ നിങ്ങൾ എടുത്തു മാറ്റേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് റെഡ് ആഗ്നി നിങ്ങൾക്ക് ഗൈഡൻസ് ആയിട്ട് വന്നത്. കാരണം നിങ്ങൾ വിഷമിച്ചിരുന്നു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടും നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നത് വിഷമിക്കുന്ന കാര്യങ്ങളെ ആയിരിക്കും. പക്ഷെ ഒന്ന് സന്തോഷിച്ച് നോക്കൂ. അത്രത്തോളം സന്തോഷിച്ച് ലൈഫിന് മുഴുവൻ സന്തോഷം കൊടുക്കും. പുറമേയുള്ള ആൾക്കാരെ നിങ്ങളോട് എങ്ങനെ പെരുമാറും അതൊന്നും കാര്യമാക്കണ്ട. നിങ്ങൾ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകുമ്പം നിങ്ങളുടെ ലൈഫ് താനെ മാറിക്കോളും. സെൽഫ് ലവോട് കൂടിയിട്ട് മുന്നോട്ട് പോകാനാണ് റെഡ് ആഗ്നി പറഞ്ഞത്. ബിക്കോസ് റെഡ് ആഗ്നി പോലും അവിടെ സന്തോഷത്തിൽ നൃത്തം ചെയ്യുകയെന്ന്. മനസ്സിലായില്ലേ? നിങ്ങൾ റെഡ് ആഗ്നിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു നോക്ക്. ദേവിയെ ഇൻവോക്ക് ചെയ്യുന്ന ആൾക്കാർ എല്ലാ സങ്കടങ്ങളും വന്ന് ദേവിക്കാണ് സമർപ്പിക്കുന്നത്. പക്ഷെ ദേവി അത് മുഴുവൻ ഹീല് ചെയ്യുന്നത്. എന്നിട്ട് ആ നൃത്തം അവിടെ നിൽക്കുന്നുണ്ടോ? ഇല്ല. ആ ആനന്ദ നടനം എപ്പോഴും ഇവിടെ തുടങ്ങുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് പോലും അമ്മയാകുന്ന ആദിപരാശക്തി അവിടുന്ന് നൃത്തം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ സന്തോഷത്തെ നൃത്തം ചെയ്യാൻ അനുവദിക്കാത്തത്? ഓക്കെ. സോ ഹാപ്പി ആയിട്ട് ഇരിക്കാനാണ് ഇതിൽ പറയുന്നത്. വെച്ചാൽ ഇത് ഈ ഒരു ഡെക്കെടുത്ത് ഓൾ ഇൻ ഓൾ ആൾക്കാരോട് പറയുന്നതും നിങ്ങളുടെ ഹാപ്പിനെസ്, നിങ്ങൾക്ക് എന്താണോ എനർജറ്റിക് ആയിട്ട് ഊർജം തരുന്നത് ആ ഊർജത്തിൽ മുന്നോട്ട് പോകാനാണ് നിങ്ങളോട് പറയുന്നത്. മനസ്സിലായില്ലേ? മാത്രമല്ല നിങ്ങളുടെ ക്യാരക്ടറിനെ ബാധിക്കുന്ന ഒരു കാര്യങ്ങളും നിങ്ങൾ ചെയ്യാതിരിക്കുക. ഇത് ഞാൻ എല്ലാവരോടും, എല്ലാ ഐഡന്റിറ്റിയിലുള്ള ആൾക്കാരോടും ഞാൻ പറയാണ്. നമുക്കൊരു സ്വത്തുണ്ട്, ആ സ്വത്തിനെ നമ്മൾ എംബ്രേസ് ചെയ്യണം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒന്നിനോടും നമ്മൾ അറ്റാച്ച്മെന്റ് പാടില്ല. ഓക്കെ. ഒരു കാര്യത്തിനോടും നമ്മൾ അറ്റാച്ച്മെന്റ് ഇല്ലാതെ
നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സ്പിരിച്വൽ പാതയിൽ മാത്രം ശ്രദ്ധ കൊടുത്തുകൊണ്ട് നിങ്ങൾ പോയാൽ മതി. ഓക്കെ. അതുപോലെ നിങ്ങളുടെ വിസ്ഡംസ് നിങ്ങളിലുണ്ട്. സോ ആ ഒരു സത്യം മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവുക. ഓക്കെ. അപ്പോൾ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്ന്, റെഡ് ആഗ്നി തരുന്ന ബാക്കിയുള്ള ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫൈൻ. സൺ കാർഡാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത്. സൺ കാർഡ് ഇത് ഓക്കെ. സൺ കാർഡ് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ട്, സണ്ണ്. പിന്നെ കാണുന്നത് ഈ ഒരു കാർഡാണ്, 9 ഓഫ് സോർട്സ്. സോ നെക്സ്റ്റ് നിങ്ങൾക്കൊരു ഡെത്ത് കാർഡാണ് കാണുന്നത്. ഓക്കെ, ഡെത്ത് കാർഡ്. ഹാർഡ് വർക്കിംഗ് കാർഡാണ് കാണുന്നത്. അതുപോലെ യാ, ഇറ്റ്സ് ഓൾസോ ഹാർഡ് വർക്കിംഗ്. നൈറ്റ് ഓഫ് വാൻസ്. സോ ഹെർമിറ്റ് കാർഡ്, ബോട്ടം ഓഫ് ദ ഡക്ക് എന്ന് പറയുന്നത് ദിസ് വൺ, 9 ഓഫ് വാൻസ്. സോ 9 ഓഫ് വാൻസ് ബോട്ടം ഓഫ് ദ ഡക്കാണ്. സോ മാനിഫെസ്റ്റേഴ്സിനോടും ക്രിയേറ്റേഴ്സിനോടും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ എന്താണോ അല്ലെങ്കിൽ നിങ്ങളുടെ കറൻറ്റ് സ്പിരിച്വൽ പാത ഏതാണോ അത് തന്നെ നോക്കുക. നിങ്ങൾ എല്ലാവരും സെൽഫ് ലവ് അഭ്യസിക്കണം എന്ന് തന്നെയാണ് ബോട്ടം ഓഫ് ദ ഡക്ക് എല്ലാവരോടും പറയുന്നത്. മാത്രമല്ല, നിങ്ങൾ അതൊന്നും കാര്യമാക്കാതെ ഇതുവരെയുള്ള ട്രോമാസ് ഒക്കെ നിങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻസ്, അങ്ങനെ ഒരു ഇത് നിങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് എന്നും കൂടെ വന്നിട്ടുണ്ട്. എത്രത്തോളം നിങ്ങൾക്ക് വിസ്ഡം കിട്ടിയിട്ടും നിങ്ങൾ അപ്പോഴും അതിലൊന്നും ഉറച്ചു നിൽക്കാതെ ഇങ്ങനെ ആ ഒരു നെഗറ്റീവ് മൈൻഡിൻ്റെ ഗ്രാസ്പിംഗ് കൊണ്ട് സങ്കടത്തിൽ നിൽക്കുന്നുണ്ടെന്ന് കാണുന്നുണ്ട്. പക്ഷെ അത് വേണ്ട, അതിൻ്റെ യാതൊരു ആവശ്യവും നിങ്ങൾക്കില്ല. ഓക്കെ. മാത്രമല്ല, എല്ലാവരും, ഇത് കാണുന്ന എല്ലാവരും ഒരു സ്പിരിച്വൽ പാതയിൽ തന്നെ നിൽക്കണം. നിങ്ങൾക്ക് സ്യൂട്ടാവുന്ന എനർജി ഏതാണോ ആ എനർജിയുടെ കൂടെ നിങ്ങൾ സഞ്ചരിക്കണം എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് വലിയൊരു ഗൈഡൻസ് കിട്ടുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഏഞ്ചൽസും എല്ലാവരും, നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഡേറ്റി അല്ലെങ്കിൽ യൂണിവേഴ്സ്, ഏലിയൻസ്, UFO, ഇവരെല്ലാവരും നിങ്ങൾക്ക് എന്താ പറയുക, ഗൈഡൻസിനായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. ആർച്ചേഞ്ചൽസും എല്ലാം ഉണ്ട്. പക്ഷേ നിങ്ങൾ കുറച്ച് കൂടുതൽ കോൺഫിഡൻ്റ് ആവാനുണ്ട്. മനസ്സിലായില്ലേ? നല്ല രീതിയിൽ കോൺഫിഡൻ്റ് ആവാനുണ്ട്. അങ്ങനെ കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ടേക്ക് പോകുമ്പോൾ മാത്രമേ, അതായത് നിങ്ങളുടെ തനിമയിലൂടെ പോവണം. ആർക്ക് വേണ്ടിയും വെയിറ്റ് ചെയ്യരുത്. ഓക്കെ. നിങ്ങൾക്ക് വേണ്ടി മാത്രം നിങ്ങൾ മുന്നോട്ട്, ആർക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട യാതൊരു ആവശ്യവും ഇല്ല എന്ന് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ. അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ജീവിതം ഒക്കെ നിങ്ങളുടെ കയ്യിലാണ് ഉള്ളത്. നിങ്ങൾ എങ്ങനെയാണ് അതിനോട് ഇൻട്രാക്ട് ചെയ്യുന്നത്, അതുപോലെ അത് തിരിച്ചും നിങ്ങളോട് ഇൻട്രാക്ട് ചെയ്യും. യാ, ഫൈൻ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്, ഇത് ഞാനിവിടെ ജസ്റ്റ് വെക്കുന്നുണ്ട്, ബോട്ടം ഓഫ് ദ ഡക്ക്, ഹെർമിറ്റ്. സോ നെക്സ്റ്റ് 2 കാർഡ്സ്, ഈ 2 കാർഡ്സിനെയും ഒരേപോലെ പറയേണ്ട, എന്നിട്ടൊരു ഹാർഡ് വർക്കിംഗ് കാർഡാണ്. ഈ ഹാർഡ് വർക്കിംഗ് കാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിങ്ങനെ ഈ കാണുന്നത് നിങ്ങൾ വിഷമിച്ചിരിക്കുമ്പോഴുള്ള അവസ്ഥയാണ്. പക്ഷേ ഇത് ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള അവസ്ഥയാണ്. നിങ്ങൾ വിഷമിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ കൂടുതൽ സ്ട്രഗിൾസ് നിങ്ങൾ നേരിടും. മാത്രമല്ല, നിങ്ങളിപ്പോൾ ഒരു ട്വിൻ ഫ്ലെയിം ജേർണിയിലൂടെയാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾസ് നേരിട്ടിട്ടുണ്ടാവും. പക്ഷേ അതിലും ഉപരി നിങ്ങൾ പോകേണ്ട നിങ്ങളുടെ സ്പിരിച്വൽ ജേർണിയിലേക്കാണ്. ഓക്കെ. സോ വളരെ റിലാക്സ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യ്. അതായത് നിങ്ങൾ സെൽഫ് ലവിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഹാർഡാവുന്ന സ്ഥലത്തല്ല നിൽക്കേണ്ടത്. നിങ്ങൾ വളരെ റിലാക്സ് ആയിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് കാര്യങ്ങളും റിലാക്സ് ആവുന്നത്. സോ ഇതൊരു ഡെത്ത് കാർഡാണ്. ഡെത്ത് കാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു നെഗറ്റീവ് അല്ല. പകരം ഒരു കാത്തിരിപ്പ്, അല്ലെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ച ആ ഒരു കാത്തിരിപ്പ്, അതും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടഫായിട്ടുള്ള സിറ്റുവേഷൻ, അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതാവാൻ പോവുകയാണ്. അതായത് വലിയൊരു കാത്തിരിപ്പ് ഇല്ലാതാവാൻ പോവുകയാണ്. അതുപോലെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം നിങ്ങളിലേക്ക് വരുവാണ്. അത് ഓൾറെഡി എത്തിക്കഴിഞ്ഞു എന്നാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ
ഒരു ടഫ് സൈക്കിളിലൂടെയാണ് നിങ്ങൾ കടന്നു പോയിട്ടുള്ളത് എങ്കിൽ ആ ടഫ് സൈക്കിൾ കൂടി എൻഡ് ആവാൻ പോകുന്നു എന്നാണ് ഡെത്ത് കാർഡ് നിങ്ങളോട് പറയുന്നത്. അതുപോലെ ദ സൺ കാർഡാണ്. സൺ കാർഡിൻ്റെ അവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ലൊരു കാർഡാണ്, പോസിറ്റീവാണ്. എല്ലാം കൊണ്ടും നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള നിങ്ങൾ ഉദ്ദേശിക്കുന്ന മേഖല എന്താണെന്ന് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം എന്താണോ അത് നിങ്ങൾ അതിൻ്റെ എത്തിക്സോടെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് ഉണ്ടാവും. ബിക്കോസ് പ്രാർത്ഥനയ്ക്ക് ഒരു എത്തിക്സ് ഉണ്ട്, മാനിഫെസ്റ്റേഷൻസിന് ഒരു എത്തിക്സ് ഉണ്ട്. ഈ എത്തിക്സോട് കൂടി നിങ്ങൾ പോകുമ്പോഴേ അത് സഫലമാകൂ. അല്ലാത്ത സമയത്ത് നിങ്ങളാണ് സഫർ ചെയ്യുന്നത്. ഓക്കെ. സോ നിങ്ങൾ ആ എത്തിക്സോട് കൂടി മുന്നോട്ട് പോകാമെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ബ്ലെസ്സിങ്സാണ് കാണുന്നത്. ഡിവൈൻ മസ്കുലിൻ്റെ, അതായത് മഹാകാലനാണ് ഇവിടുത്തെ ആ ഒരു ആർച്ചേഞ്ചൽ ഓർ ഡിവൈൻ മസ്കുലിൻ എന്ന് പറയുന്നത്. സോ ആ ഒരു ആർച്ചേഞ്ചലിൻ്റെ ബ്ലെസ്സിങ്സ് നിങ്ങൾക്കുണ്ട്. മഹാകാലനെ കണക്ട് ചെയ്യാൻ പറ്റിയാൽ കണക്ട് ചെയ്യുക. വൈറ്റ് മഹാകാലനാണ്. ഓക്കെ. സോ സ്ട്രോബെറി മൂണാണ് ഈ അടുത്ത് കഴിഞ്ഞിട്ടുള്ളത്. സ്ട്രോബെറി മൂണ് കഴിഞ്ഞത് കൊണ്ട് തന്നെ അതൊരു നല്ലൊരു പോർട്ടലായിരുന്നു. ഓക്കെ. സോ ആ ഒരു പോർട്ടൽ കഴിഞ്ഞിട്ടാണ് ഉള്ളത്. ഇത് കഴിഞ്ഞിനെങ്കിലും നമുക്ക് മൂൺ എനർജിയുടെ ആ ഒരു ഗൈഡൻസ് നമുക്ക് സീക്ക് ചെയ്യാം. ബിക്കോസ് ആ ഒരു എഫക്റ്റ് ഇപ്പോഴും ഉണ്ടാവും. ന്യൂ മൂണിൻ്റെ എഫക്റ്റ് ഇപ്പോഴും ഉണ്ട്. ഓക്കെ, ഫൈൻ. ഇത് എനിക്ക് ഇങ്ങോട്ട് വന്ന കാർഡാണ്. ഫുൾ മൂണിൻ്റെ എഫക്റ്റ് ഇപ്പോഴും ഉണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. സോ നിങ്ങൾക്ക് ഫുൾ മൂണാണ് ഇപ്പം വന്നിട്ടുള്ളത്. അതായത് സറണ്ടർ ടു ദ ഡിവൈൻ ആണ്. നിങ്ങൾ ഇപ്പം ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ ഡിവൈനിറ്റിയിൽ സറണ്ടർ ആയാൽ മതി. അതിൻ്റെ ഭാഗം തന്നെയാണ് സെൽഫ് ലവ്. ഓക്കെ. സോ നിങ്ങളോട് ആ ഒരു കാര്യമാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് എന്താണ് നിങ്ങളോട് പറയുന്നത് നമുക്ക് നോക്കാം. ഹോൾഡ് യുവർ വിഷൻ. ഡോണ്ട് ലെറ്റ് യുവർ പാസ്റ്റ് ഹോൾഡ് യു ബാക്ക്. ഇപ്പം നിങ്ങൾക്ക് പാസ്റ്റിൽ ഒരുപാട് വിഷമങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും. അതൊന്നും കാര്യമാക്കണ്ട. യെസ്, ഫുൾ മൂൺ ഇൻ പീസസ് ആണ്. ബാലൻസ് സ്പിരിച്വാലിറ്റി ആൻഡ് പ്രാക്ടിക്കാലിറ്റി. സോ ഒരു സ്പിരിച്വൽ പേഴ്സൺ തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫും അതുപോലെ പ്രാക്ടിക്കൽ ലൈഫും രണ്ടും നിങ്ങൾ ഒരേപോലെ ബാലൻസ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഡിവൈനിൽ സറണ്ടർ ചെയ്യുക. സെയിം ടൈം നിങ്ങളുടെ പാസ്റ്റിലുള്ള ട്രോമാസിനെ ഒരു കാരണവശാലും അതിനെയൊന്നും നിങ്ങൾ ഹോൾഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ. ആ ട്രോമാസിനെ മുഴുവൻ ലെറ്റ് ഗോ ചെയ്യുക, ഇല്ലാതാക്കുക. അതുപോലെ നിങ്ങൾക്ക് എന്തിനോടാണോ വിശ്വാസമുള്ളത്, ഏത് എനർജീനോടാണോ വിശ്വാസമുള്ളത്, ആ എനർജിയിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക. ഓക്കെ. സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഗൈഡൻസ് നിന്ന് നിങ്ങൾക്കുള്ളത്. ഇനി നമുക്ക് പൈൽ നമ്പർ 2ൻ്റെ കാർഡിലേക്ക് പോകാം. അതിനു മുൻപ് ഇത് നിങ്ങൾക്ക് റെസണേറ്റ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഏത് പൈലാണ് ചൂസ് ചെയ്തതെന്ന് കോമെൻറ്റ് ചെയ്യുക. ഓക്കെ. സോ നമുക്ക് പൈൽ നമ്പർ 2ൻ്റെ റീഡിങ്ങിലേക്ക് പോകാം. സോ പൈൽ നമ്പർ 2 നിങ്ങൾക്ക് വന്നിട്ടുള്ള കാർഡ് എന്ന് പറയുന്നത് വജ്രവാരാഹിയാണ്. നമ്മൾ നേരത്തെ റെഡ് ആഗ്നി കണ്ടു. റെഡ് ആഗ്നി എന്ന് വെച്ചാൽ പ്ലേഫുൾനെസ് ആണ്, സന്തോഷമാണ്. പക്ഷേ വജ്രഡാഗിനി, അതായത് വജ്രവാരാഹി എന്ന് പറയുന്ന ദേവി നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ്. നിങ്ങൾക്ക് പ്ലേഫുൾനെസ്സും സന്തോഷവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണം. പക്ഷേ നിങ്ങളുടെ സ്വഭാവത്തെ പറ്റി പറയുന്നത് ഹയർ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് പോകേണ്ട ഒരു വ്യക്തിയാണ് നിങ്ങൾ. ഓക്കെ. അതായത് നിങ്ങളുടെ ഇഷ്ടങ്ങളോ കാര്യങ്ങളോ ത്യജിക്കണം എന്നല്ല ഇവിടെ പറയുന്നത്. പക്ഷെ അറ്റാച്ച്മെന്റ്സ് നിങ്ങൾ ഇല്ലാതാക്കണം. അതുപോലെ തന്നെ നിങ്ങൾ സ്പിരിച്വാലിറ്റിയുടെ ഒരു ഹയർ ഡയമെൻഷൻസിലേക്ക് എത്തിപ്പെടേണ്ട ഒരു വ്യക്തിയാണ്. അതുപോലെ വജ്രവാരാഹി പറയുന്ന ഒരു കാര്യം കേൾക്കാം. ഗൈഡിങ് ദ ഡെഡ് സേഫ്ലി ത്രൂ ദ ബാർഡോ. ബാർഡോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ ബാർഡോ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ബാർഡോ മീൻസ് ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള ഒരു അവസ്ഥയാണ് ബാർഡോ. സോ നിങ്ങൾ മരിച്ചു പോയി കഴിഞ്ഞാൽ വജ്രവാരാഹി ആയിരിക്കും അതിനിടയിൽ ഗൈഡൻസ്. വജ്രവാരാഹി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡേറ്റ് അതിനിടയിൽ ഗൈഡൻസ് ആയിട്ട് വരും. സോ വജ്രവാരാഹിയുടെ ഈ സ്വരൂപം, നിങ്ങളിപ്പം കാർഡിൽ കാണുന്ന സ്വരൂപം ബാർഡോയിൽ വരുന്ന രൂപമാണ്. കാരണം വജ്രവാരാഹിക്ക് ഇഷ്ടംപോലെ രൂപങ്ങളുണ്ട്, ഒരുപാട് വാരാഹി രൂപങ്ങളുണ്ട്. പക്ഷെ ഈ രൂപം എന്ന് വെച്ചാൽ അത് ബാർഡോയിൽ വരുന്ന രൂപമാണ്. ഓക്കെ. അവിടെ അപ്പിയർ ആവുന്ന സ്വരൂപമാണ്. സോ നിങ്ങളോട് വാരാഹി അമ്മ പറയുന്നത് നിങ്ങളുടെ ഡിവൈനിറ്റി, നിങ്ങളുടെ മസ്കുലിൻ ആൻഡ് ഫെമിനിൻ എനർജിനെ നിങ്ങൾ ബാലൻസ് ചെയ്യണം. കാരണം വജ്രവാരാഹിയിൽ മസ്കുലിനിറ്റി ഉണ്ട്, ഫെമിനിറ്റി ഉണ്ട്, രണ്ടും ബാലൻസ്ഡ് ആയിട്ടുള്ള സ്വരൂപമാണ്. അതുകൊണ്ട് നിങ്ങളിത് രണ്ടും ബാലൻസ് ചെയ്യുക. നിങ്ങളുടെ ശരീരം എന്തായാലും, നിങ്ങൾ സ്ത്രീ ശരീരം ഉള്ളവരായാലും ശരി, പുരുഷ ശരീരം ഉള്ളവരായാലും ശരി, ഇനി ഇന്റർസെക്സ് ആണെങ്കിലും ശരി, ഏത് ശരീരത്തിലും ഏത് ഐഡന്റിറ്റിയിലും ഏത് ജെൻഡറിലും ഉള്ളവരാണെങ്കിലും
നിങ്ങളുടെ ഈ 2 ക്വാളിറ്റീസ്, അതായത് ഡിവൈൻ മസ്കുലിൻ ക്വാളിറ്റി, ശിവന്റെ ക്വാളിറ്റിയും ഡിവൈൻ ഫെമിനിൻ ക്വാളിറ്റി, ശക്തിയുടെ ക്വാളിറ്റിയും നിങ്ങൾ ബാലൻസ് ചെയ്യണം. മസ്കുലിൻ ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലെ കമ്പാഷനും അതുപോലെ തന്നെ ഉപായവുമാണ്, ഉപായജ്ഞാനവുമാണ്, കരവിരുത്, കലകള്, ഇതൊക്കെയാണ്. പക്ഷെ അതേസമയം ഫെമിനിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലത്തെ ജ്ഞാനമാണ്, ജ്ഞാനം, വിസ്ഡമാണ്. സോ ഇത് രണ്ടും നിങ്ങൾ ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് വജ്രവാരാഹി നിങ്ങളോട് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ അത്രയും സ്പിരിച്വാലിറ്റീൻ്റെ ആ ഒരു ഹയർ ഇതിൽ നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. ഇനി നിങ്ങൾ എൻ്റർ ആയാലും ശരി, എൻ്റർ ആയില്ലെങ്കിലും ശരി, നിങ്ങളിപ്പോൾ ഒരു സ്പിരിച്വൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിലും ശരി, ഇനി ഇല്ലെങ്കിലും ശരി, ഇത് രണ്ടും നിങ്ങൾ ചെയ്താലും ചെയ്തില്ലെങ്കിലും നിങ്ങൾ എന്താ പറയുക, നിങ്ങളുടെ എനർജി ഹൈ ആണ്. സോ ഇതിൽ ഇൻവോൾവ് ആവാത്തവരോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു സ്പിരിച്വൽ പ്രാക്ടീസിൽ ഇൻവോൾവ് ആവണം എന്നാ വാരാഹി അമ്മ പറയുന്നത്. ബിക്കോസ് വജ്രവാരാഹിയുടെ വലത് കയ്യിലുള്ളത് ഡമരു ആണ്. ഡമരു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് യോഗ പ്രാക്ടീസ് ചെയ്യാനുള്ള ഡമരുവാണ്. ആ ഡമരുവിൻ്റെ ശബ്ദത്തിലൂടെ ശൂന്യതയിൽ ലയിച്ചിരിക്കാൻ പറ്റും. ശൂന്യതയുടെ ശബ്ദമാണ് ആ ഡമരു എന്ന് വരുന്നത്. ഓക്കെ, ജ്ഞാനത്തിൻ്റെ ശബ്ദമാണ്. സോ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ സ്പിരിച്വൽ പ്രാക്ടീസ് അതെന്തായാലും, എന്ത് മെഡിറ്റേഷൻ ആയാലും ശരി, ഏത് മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു വ്യക്തി ആയാലും ശരി, നിങ്ങളത് ബാലൻസ് ചെയ്യണം. നിങ്ങളുടെ ഉള്ളിലത്തെ മസ്കുലിൻ ആൻഡ് ഫെമിനിൻ എനർജിയെ ബാലൻസ് ചെയ്യാൻ നിങ്ങൾക്ക് മർഗാബ മെഡിറ്റേഷൻ ചെയ്യാം. ഓക്കെ, അതുപോലെ നിങ്ങളിപ്പം എന്താ പറയുക, വജ്രവാരാഹിയുടെ ആ ഒരു പോവ പ്രാക്ടീസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ നിങ്ങൾക്ക് അതിന് ദീക്ഷ വേണം ആ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ. കാരണം ഇവിടെ പോവ ഡേറ്റിയാണ് വന്നിട്ടുള്ളത്, ബാർഡോൻ്റെ ഡേറ്റിയാണ് വന്നിട്ടുള്ളത്. അതുപോലെ ഡെത്ത് ഈസ് ഓൺലി എ ഡോർ, ചൂസ് ദ ഡോർ ലീഡിങ് ടു ദ ലൈറ്റ്. നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടാവും. ഒരു കാര്യം ആലോചിക്കുക, നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. മാത്രമല്ല പലരും നിങ്ങളെ ട്രിഗർ ചെയ്യാനാണ് വരുന്നത്, അല്ലാതെ നിങ്ങളെ നശിപ്പിക്കാൻ വരുന്നവരല്ല ആരും. ട്രിഗർ ചെയ്യുന്നതെന്ന് പോലും ഇവിടെ നമ്മുടെ ഈ ലോകത്ത് ആർക്കും ആരും നശിപ്പിക്കാൻ പറ്റില്ല. പക്ഷെ ആ ഒരു ഇല്യൂഷൻസിൽ എല്ലാവരും വിശ്വസിച്ചിട്ട് മുന്നോട്ട് പോകുന്നത്. പക്ഷെ നിങ്ങൾ ആ ഇല്യൂഷൻസിൽ വിശ്വസിക്കേണ്ട ഒരു വ്യക്തിയായിട്ടല്ല ഇവിടെ വാരാഹി അമ്മ പറയുന്നത്. ഇവിടെ പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന നഷ്ടങ്ങളായാലും നെഗറ്റിവിറ്റികളായാലും, ഇനി ഇൻ കേസ് നിങ്ങളെ ആരെങ്കിലും ചീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും, ഇതൊക്കെ ഒരു ട്രിഗറിങ് ആണ്, നിങ്ങൾക്ക് വന്ന ഒരു ട്രിഗറിങ് മാത്രമാണ്. സോ ആ ട്രിഗറിങ്ങിലൂടെ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നിങ്ങൾ ഉയരുവാണ് വേണ്ടത്, താഴ്ന്നിരിക്കുമല്ല, നിങ്ങൾ ഉയരണം. ഒരുപാട് ഉയർന്ന് നിങ്ങൾ സ്പിരിച്വാലിറ്റിയിൽ വരണം എന്ന് തന്നെയാണ് പറയുന്നത്. മാത്രമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹങ്ങളോ ആവശ്യങ്ങളോ ഉണ്ടെങ്കിൽ അത് മാനിഫെസ്റ്റ് ചെയ്യാനും നിങ്ങളെ കൊണ്ട് പറ്റും. ഓക്കെ, അത് എത്തിക്സോട് കൂടിയിട്ടായിരിക്കണം നിങ്ങൾ പ്രാർത്ഥനയായാലും ആഗ്രഹങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ആയാലും ചെയ്യേണ്ടത്. ഞാനത് എന്തായാലും ഇതിൻ്റെ എത്തിക്സിനെ പറ്റിയുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. സോ അതുവരെ നോക്കുക. പക്ഷേ ഈ ഒരു സെക്കൻഡ് പൈൽ ചൂസ് ചെയ്തവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈലി എനർജറ്റിക് ആയിട്ടുള്ള ഒരാളാണ്. നിങ്ങളുടെ ഉള്ളിൽ ഒരു ഹീലിംഗ് എനർജി കൂടി ഉണ്ട് എന്ന് തന്നെയാണ് വജ്രവാരാഹി പറയുന്നത്. ഓക്കെ, ബിക്കോസ് നിങ്ങൾക്ക് വേൾഡ്ലി ആയിട്ട് നിങ്ങൾക്കൊരു ഗൈഡൻസ് തരേണ്ട ആവശ്യമില്ല, അതായത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് നിങ്ങൾക്ക് തരേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് സ്പിരിച്വൽ ആയിട്ട് തരേണ്ടത് കൊണ്ട്, അത് നിങ്ങൾക്ക് എത്തേണ്ടത് കൊണ്ടാണ് നിങ്ങളെ കൊണ്ട് ഈ കാർഡ് തന്നെ വജ്രവാരാഹി എടുപ്പിച്ചത് എന്ന് മനസ്സിലാക്കുക. കാരണം നിങ്ങൾ ഒരു കോമൺ ആയിട്ടുള്ള വ്യക്തിയല്ല എന്ന് കരുതിയിട്ട് ഫസ്റ്റ് പൈൽ എടുത്തവർ അങ്ങനെയാണെന്നല്ല. പക്ഷെ നിങ്ങൾ സ്പിരിച്വാലിറ്റി കൂടുതൽ ഇൻവോൾവ് ചെയ്യണം. കാരണം ആ ഒരു ഹൈ പീക്കിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളെ പറയുന്നത്. സോ നമുക്ക് ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, സോൾമേറ്റ് ഓർ ട്വിൻ ഫ്ലെയിം ജേണിയിലൂടെ ആയിരിക്കും നിങ്ങൾ പോകുന്നുണ്ടാവുക. സോ ആ ജേണി നിങ്ങൾക്ക് ഇവിടെ, ആ ഒരു ജേണി ഇവിടെ ഫുൾഫിൽ ആവാൻ പോവുകയാണ്. ഓക്കെ, നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന ആ ഒരു ട്വിൻ ഫ്ലെയിം എന്താണോ അല്ലെങ്കിൽ സോൾമേറ്റ് എന്താണോ, അവരും നിങ്ങളുമായിട്ട് ഒരുമിക്കാൻ പോവുകയാണ്. അവർ തന്നെയാണ്, നിങ്ങളാണ് അവരുടെ ട്വിൻ ഫ്ലെയിം അല്ലെങ്കിൽ അവരുടെ സോൾമേറ്റ് എന്ന് അവർ റിയലൈസ് ചെയ്യാൻ പോവുകയാണ്. യെസ്, സൺ കാർഡാണ്, പോസിറ്റീവ് കാർഡാണ്. അതായത് നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നിന്ന് അവിടുന്ന് ബ്രേക്ക് ആയിട്ട് നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് പുതിയൊരു തിരിച്ചുവരവ്, പഴയതിനേക്കാൾ ശക്തമായിട്ടും പഴയതിനേക്കാൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു തിരിച്ചുവരവാണ് ഇനി നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത്. ഓക്കെ, യെസ്. നെക്സ്റ്റ് നിങ്ങൾക്ക് വന്നിട്ടുള്ളതൊരു ടഫ് സിറ്റുവേഷൻ കാർഡാണ്. അതായത് നിങ്ങൾ ഇതുവരെ ഒരുപാട് ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള അവസ്ഥകൾ അല്ലെങ്കിൽ ഒരുപാട് പ്രോബ്ലംസ്
സ്ട്രഗിൾ ചെയ്ത് അത് കഴിഞ്ഞ് വന്നവരാണ്. ചിലരിപ്പോഴും അതിന്ന് പുറത്ത് വരാൻ, പക്ഷെ നിങ്ങളത് കഴിഞ്ഞ് വന്നവരാണ്. നിങ്ങൾ ഓൾറെഡി ആ സ്ട്രഗിൾസ് പിന്നിട്ട് കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴും അതിന്റെ ഹാങ് ഓവർ കണ്ട് നിങ്ങൾ ടെൻസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. പക്ഷെ വജ്രസത്വ മെഡിറ്റേഷനോ ഏതെങ്കിലും ഒരു മെഡിറ്റേഷൻ ഡെയിലി കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. ഓക്കെ, ഇതുകൊണ്ടാണ് ഇതിന് വെച്ച് ഇടിക്കുന്നതുകൊണ്ടാണ് ഞാൻ ദൂരത്തുനിന്ന് ഷഫിൾ ചെയ്തത്. ഓക്കെ ഫൈൻ. സോ ഇത് ഓക്കെ. നെക്സ്റ്റ് കാർഡ്, സ്ട്രഗ്ലിംഗ് കാർഡ്. ദിസ് വൺ ആൻഡ് ബോട്ടം ഓഫ് ദ ഡക്ക് ഈസ് റിവേഴ്സ്ഡ് ആണ്. ഇത് റിവേഴ്സാണ് വന്നിട്ടുള്ളത്. ഓക്കെ, വെൽ ബോട്ടം ഓഫ് ദ ഡക്ക് എക്സ്പ്ലെയിൻ ചെയ്യുവാണെങ്കിൽ ഈ ഒരു കാർഡ് നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഹോപ്പും കാര്യങ്ങളും, അതായത് നിങ്ങളുടെ ആ ഒരു മാനിഫെസ്റ്റേഷൻ സ്കിൽ അല്ലെങ്കിൽ ആ ഒരു വിശ്വാസം, ട്രസ്റ്റ്. കാരണം ട്രസ്റ്റ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ നിങ്ങളുടെ ട്രസ്റ്റിൽ നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു സമയം. ചിലപ്പോൾ നിങ്ങളെ ഇങ്ങനെ ഇതുപോലെ നിങ്ങൾക്ക് ആടി ഒലയുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം. ഓക്കെ, കാരണം എത്ര വിസ്ഡംസ് കിട്ടിയിട്ടും ഇങ്ങനെ 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 നിങ്ങൾ പോകുന്നതുണ്ടായിരിക്കാം. പക്ഷേ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് എന്താണോ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു വിസ്ഡംസ് എന്താണോ, അതിൽ ട്രസ്റ്റ് ചെയ്ത് നിൽക്കുക വേണ്ടത്. കാരണം ആ ഒരു ട്രസ്റ്റിങ്ങിൻ്റെ അഭാവമാണ് ബോട്ടം ഓഫ് ദ ഡക്കിൽ കാണിക്കുന്നത്. സോ ട്രസ്റ്റ് ഇൻ യുവർ ജേർണി ആൻഡ് മൂവ് വിത്ത് യുവർ എത്തിക്സ്. കണ്ടില്ലേ, ഇത് നിങ്ങളുടെ ഇന്നർ സ്ട്രഗിൾ ആണ്. നേരത്തെ പറഞ്ഞതുപോലെ പുറമേ ഉള്ളതല്ല, ഇന്നർ സ്ട്രഗിൾ ആണ് ഇവിടെ പറയുന്നത്. ചിലപ്പോൾ പുറമേ നേരിടുന്നവരും ഉണ്ടാവും. സ്പിരിച്വലായിട്ട് മുന്നോട്ട് പോകുമ്പോൾ പുറമേ ഒരുപാട് പേര് ഇൻസൾട്ടോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നൊക്കെ ഉണ്ടാവും. പക്ഷെ അത് നിങ്ങൾ കാര്യമാക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് നിങ്ങൾ ചിലപ്പോൾ ഇതൊക്കെ കൊണ്ട് നിങ്ങളുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നുണ്ടാവാം. പക്ഷെ നിങ്ങൾ ഒരു കാര്യം റിയലൈസ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇൻസൾട്ട് ചെയ്യുന്നവരോട് നിങ്ങൾ ഒരിക്കലും അവരുടെ നാണയത്തിൽ പ്രതികരിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ അവരുടെ നാണയത്തിൽ പ്രതികരിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ ഡോപ്പാമിനാണ് നിങ്ങൾ കൂട്ടുന്നത്. നിങ്ങൾ ഒരിക്കലും അവരുടെ ഡോപ്പാമിൻ കൂട്ടേണ്ട ആവശ്യമില്ല. ഓക്കെ, പകരം എല്ലാത്തിനോടും നിങ്ങൾ സൗമ്യമായിട്ട് മാത്രം ഇടപെടുക. അതുപോലെ നിങ്ങളുടെ ഉള്ളിലത്തെ ആ ഒരു ഇന്നർ ട്രഷേഴ്സിനെ കൂടെ നിങ്ങൾ തിരിച്ചറിയാം. ഇതിനെ തിരിച്ചറിഞ്ഞിട്ടും ഇത് കണ്ടിട്ട് എന്താ പറയുക, ഇപ്പോഴും സ്വയത്തിൽ വിശ്വസിക്കാതെ സ്വന്തം വാല്യൂ മനസ്സിലാക്കാതെ നടക്കുന്ന ആൾക്കാർ ഈ റീഡിങ് കാണുന്നുണ്ട് എന്ന് ആലോചിക്കുമ്പോൾ സങ്കടം തോന്നുന്നു. നിങ്ങളുടെ വാല്യൂ തിരിച്ചറിഞ്ഞിട്ട് നിങ്ങൾ ഇപ്പോഴും പിന്നോട്ട് പോകുന്നതെന്ന് കാണുമ്പോൾ, അതിലൊന്നും വിശ്വസിക്കുന്നില്ല എന്ന് കാണുമ്പോൾ ഒരു സങ്കടമാണത്. പക്ഷേ അങ്ങനെ ചെയ്യരുത്. ഓക്കെ, മാത്രമല്ല റെയ്ക്കി മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു ഹീലേഴ്സിൻ്റെയോ മാസ്റ്റേഴ്സിൻ്റെയോ ഒരു എനർജിയാണ് വന്നിട്ടുള്ളത്. നിങ്ങളെ സമീപിക്കുന്നവരെ വളരെ കൈൻഡായിട്ട്, ഒരിക്കലും മണി മോട്ടീവായിട്ട് നിങ്ങൾ പ്രവർത്തിക്കരുത്. പകരം അത്രയും കൈൻഡായിട്ട് നിങ്ങൾ അവരെ ഹീല് ചെയ്യുക, അവരെ കെയർ ചെയ്യുക എന്ന് തന്നെയാണ് ഇവിടെ വജ്രവാരാഹി പറയുന്നത് നിങ്ങളോട്. ഓക്കെ, സോ നിങ്ങൾക്ക് ഞാൻ എടുക്കാൻ പോകുന്ന സീരീസിലത്തെ കാർഡ്സ് എന്ന് പറയുന്നത് സ്പിരിച്വൽ സീരീസിലുള്ള കാർഡാണ് നിങ്ങൾക്ക് എടുക്കാൻ പോകുന്നത്. മൂൺ സീരീസിലുള്ളത് നിങ്ങൾക്ക് ഇന്ന് എടുക്കുന്നില്ല. ബിക്കോസ് നിങ്ങൾക്ക് വേണ്ടത് സ്പിരിച്വൽ സീരീസിലെ കാർഡാണ്. മാത്രമല്ല ഒരു ഡേറ്റിയും കൂടെ നിങ്ങൾക്ക് വന്നിട്ടുണ്ട് ഇവിടെ ഓൾറെഡി. അതെനിക്ക് ഇങ്ങോട്ട് വന്ന ഒരു ഡേറ്റ് ഇങ്ങോട്ട് വന്നതാണ്. ആ ഡേറ്റിയാണ് സിംഹമുഖ യോഗിനി. ഓക്കെ, സിംഹമുഖ യോഗിനിയാണ് വന്നിട്ടുള്ളത്. അതായത് പ്രത്യങ്കിരയാണ് വന്നിട്ടുള്ളത്. പ്രത്യങ്കിര പറയുന്നത് നിങ്ങൾ മേ ബി ഒരുപാട് സ്ട്രഗിൾസ്, ഒരുപാട് ചലഞ്ചസ് ഇന്നറോ അല്ലെങ്കിൽ ഔട്ടറോ ആയിട്ട് നേരിടുന്നുണ്ടാവും. പക്ഷേ ഈ സമയത്തൊക്കെയും നിങ്ങളുടെ ഗാർഡിയൻ ഡേറ്റി അല്ലെങ്കിൽ ധർമ്മ പ്രൊട്ടക്ടർ, പ്രത്യങ്കിരാദേവി ഒരു ധർമ്മ പ്രൊട്ടക്ടർ ആണ്, അതേസമയം ഒരു ധ്യാനമൂർത്തി കൂടിയാണ്. സോ നിങ്ങളുടെ ധ്യാനമൂർത്തി ആരാണോ, നിങ്ങളുടെ ധർമ്മ പ്രൊട്ടക്ടർ ആരാണോ, അവരിൽ മാത്രം നിങ്ങൾ ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ടേക്ക് പോയാൽ മതി. ഓക്കെ, സോ നിങ്ങൾക്കുള്ള മറ്റ് ഗൈഡൻസ് എന്താണെന്ന് നോക്കാം.
സീത, ആജ്ഞാചക്രം, ഹനുമാൻ. തന്ത്ര, കുണ്ടലിനി. ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് ഇതിൽ ഒരു എക്സ്ട്രാ ഒരു ബോട്ടം ഓഫ് കാർഡ് ഉണ്ട്, അത് കർമ്മയാണ്. ഓക്കെ, നിങ്ങൾ വിശ്വസിക്കേണ്ടത് പുറത്തുള്ള വേൾഡിലല്ല, പകരം നിങ്ങളുടെ കർമ്മയിൽ തന്നെയാണ് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ആക്ഷൻസ് എന്താണോ അത് തന്നെയായിരിക്കും. നിങ്ങളിപ്പോൾ നല്ല കാര്യം ചെയ്താൽ നിങ്ങൾക്ക് നല്ല ഫ്രൂട്ട് കിട്ടും, മോശം കാര്യം ചെയ്താൽ മോശമായിരിക്കും ഫലം ഉണ്ടാവുക. സോ ആ ഒരു കാര്യം, ആ ഒരു സത്യം നിങ്ങൾ തിരിച്ചറിയുക. ഓക്കെ, സോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് തന്ത്രയാണ്. തന്ത്ര എന്ന് പറയുന്നത് നിങ്ങളുടെ ഫെമിനിറ്റി, ഡിവൈൻ ഫെമിനിറ്റിയും നിങ്ങളുടെ ഡിവൈൻ മസ്കുലിനിറ്റിയും ഇത് രണ്ടും നിങ്ങൾ ബാലൻസ് ചെയ്യണം എന്നാണ് തന്ത്ര കാർഡ് പറഞ്ഞത്. ഫസ്റ്റിനെ പറഞ്ഞിരുന്നു, വജ്രവാരാഹിയുടെ എനർജി തന്നെയാണ് വന്നിട്ടുള്ളത്. വജ്രവാരാഹി നിൽക്കുന്നതും ശിവശക്തിയുടെ മുകളിലാണ്. ബിക്കോസ് ഷീ എംബോഡീസ് ബോത്ത് മസ്കുലിൻ ആൻഡ് ഫെമിനിൻ എനർജി. എല്ലാ ജെൻഡേഴ്സും എല്ലാ ഐഡൻറ്റിറ്റീസും ദേവിയിൽ തന്നെയുണ്ട്. സോ ഇവിടെ അതാ പറയുന്നത്, നിങ്ങളിത് രണ്ടും ബാലൻസ് ചെയ്യുക, നിങ്ങളുടെ ഐഡൻറ്റിറ്റി കൂടുതൽ ബ്യൂട്ടിഫുൾ ആക്കുക. സോ സീതയാണ് വന്നിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വഭാവം കൂടുതൽ ബോൾഡ് ആക്കണം. നിങ്ങൾക്കൊരു പ്യൂരിറ്റി ഉണ്ട്. ആ പ്യൂരിറ്റി പുറമേ ഉള്ള എന്താ പറയുക, നിങ്ങളെ മിസ്ഗൈഡ് ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ട് നിങ്ങളുടെ പ്യൂരിറ്റി, അല്ലെങ്കിൽ നിങ്ങളെ ഹരാസ് അല്ലെങ്കിൽ നിങ്ങളെ ഇൻസൾട്ട് ചെയ്യുന്നവരുടെയോ കണ്ടിട്ട് നിങ്ങളുടെ സ്വഭാവത്തിൽ നിങ്ങളൊന്നും ഇതാക്കേണ്ടതല്ല. ബിക്കോസ് നിങ്ങൾ ഏറ്റവും ഹയർ എനർജി ഫ്രീക്വൻസിയിലാണ് നിൽക്കുന്നത്. പക്ഷേ നിങ്ങളുടെ ക്യാരക്ടേഴ്സിനെ എന്താ പറയുക, ഇങ്ങനെ നശിപ്പിക്കുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഇടപെടേണ്ട ആവശ്യം ഇല്ല എന്നാണ് കാണുന്നത്. ഹനുമാൻ, ഇതിൽ കുറച്ച് പേരുടെ എനർജി, ഇത് ഈ റീഡിങ് കാണുന്നവരുടെ എനർജിയിൽ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ശക്തികൾ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും നിങ്ങൾക്ക് ആരുടെയെങ്കിലും ഒരു പുഷ് വേണം, ഒരു പുഷ്. ഇപ്പോൾ ഹനുമാൻ്റെ കാര്യം അറിയാലോ. ഹനുമാന് എന്താ പറയുക, തൻ്റെ ശക്തിയിൽ ഒരു അവയർനെസ് കൊടുത്തത് ജാംബവാനാണ്. സോ നിങ്ങൾക്കൊരു പുഷ്, ആ പുഷ് ഉണ്ട്, ഓൾറെഡി ഉണ്ട്. പക്ഷെ നിങ്ങൾ വീണ്ടും റിയലൈസ് ചെയ്യുന്നില്ല. നിങ്ങളോട് ഹനുമാൻ പറയുന്നത് നിങ്ങളും ഹനുമാനെ പോലെയാണ്, നിങ്ങൾക്ക് ഒരുപാട് കഴിവുകളുണ്ട്, പക്ഷെ നിങ്ങൾ അതിനെപ്പറ്റി തിരിച്ചറിയണം, തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകണം. എപ്പോഴും ആരെങ്കിലും പുഷിന് വരുന്ന കരുതരുത്. നിങ്ങളെ പുഷ് ചെയ്യേണ്ടത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ ലൈഫിൽ ജാംബവാനും നിങ്ങളാണ്, ഹനുമാനും നിങ്ങളാണ്. കുണ്ടലിനി ശക്തി, ധ്യാനവും അതുപോലെ തന്നെ ചക്ര മെഡിറ്റേഷൻസ്, അതൊക്കെ നിങ്ങൾ ഹൈ ചെയ്യുക, നിങ്ങളുടെ ഹീലിംഗ് എനർജീസ് കൂട്ടുക. ഓക്കെ, ബിക്കോസ് ഈ ഒരു വജ്രവാരാഹി കാർഡ് എടുത്ത എല്ലാവർക്കും സ്പിരിച്വൽ എനർജി കൂടുതലാണ്, അത് മനസ്സിലാക്കണം. ആജ്ഞാചക്രം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഇൻഡ്യൂഷൻസ് എന്താണോ, നിങ്ങളുടെ ഉള്ളിലെ വിസ്ഡംസ് എന്താണോ, ആ വിസ്ഡംസിൽ നിങ്ങൾ നന്നായിട്ട് വിശ്വസിക്കുക, നിങ്ങളുടെ ഇൻഡ്യൂഷൻസിൽ വിശ്വസിക്കുക. ഓക്കെ, ബിക്കോസ് അതിന് നിങ്ങൾ ഒരുപാട് സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇനിയും നിങ്ങൾ ഡിലേ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്ര വരെയാണ് ഇന്നത്തെ 2 കാർഡ്സിൻ്റെയും റീഡിങ്സ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഇത് റെസണേറ്റ് ആയി എന്ന് വിശ്വസിക്കുന്നു. എപ്പോഴും വീഡിയോസ് ഇടണമെന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് വരേണ്ട സമയത്ത് മാത്രമേ ഗൈഡൻസ് ഇവിടെ കിട്ടുന്നുള്ളൂ എന്ന ഒരു സത്യം മനസ്സിലാക്കുക. അതുപോലെ ഇനിയും നിങ്ങൾ വീഡിയോസും ഗ്രീൻ താര മെഡിറ്റേഷനും ഒക്കെ കേൾക്കുക. ഓക്കെ, അതുപോലെ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള വാട്സപ്പ് നമ്പറിലൂടെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ്, കോൾ ചെയ്യരുത്. അതുപോലെ തന്നെ ഇനി ഇപ്പം വജ്രപാണി ദീക്ഷയും അതുപോലെ അവലോകിതേശ്വര ദീക്ഷയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി കൊടുക്കാൻ പോകുന്ന ഒരു ദീക്ഷ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗ്രീൻ താരയുടെ ദീക്ഷയാണ്. ഓക്കെ, ഗ്രീൻ താരയും മഞ്ജുശ്രീയുടെ ദീക്ഷയും ഉണ്ട്. മഞ്ജുശ്രീ ബിക്കോസ് ഇത് സ്കൂളിൻ്റെ സമയമാണ്, സോ അതുകൊണ്ടാണ് മഞ്ജുശ്രീ ദീക്ഷ കൊടുക്കുന്നത്. അതിൻ്റെ നോട്ടീസ് ഞാൻ അവിടെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ സെൽഫ് ലവ് മാസ്റ്ററിയെ പറ്റി എല്ലാവരും ചോദിക്കുന്നുണ്ട്, അത് ഇനിയും ഓർഗനൈസ് ചെയ്തിട്ടില്ല. ബിക്കോസ് ഇവിടെ അത്യാവശ്യം ബിസിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ഓർഗനൈസ് ചെയ്യാത്തത്. ഇപ്പം തന്നെ വജ്രപാണി ദീക്ഷയ്ക്ക് ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. സോ അത് നിങ്ങൾ നന്നായി പ്രാക്ടീസ് ചെയ്യുക. എടുക്കുന്ന ദീക്ഷകളെല്ലാം നിങ്ങൾ നന്നായി പ്രാക്ടീസ് ചെയ്യുക, അതാ വേണ്ടത്. നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഖ്യയാണ് ദീക്ഷയിൽ ദക്ഷിണയായി ചോദിക്കുന്നത്. അതെന്തുകൊണ്ടാണ്, ഇപ്പം ഞാനൊരു കാര്യം ശ്രദ്ധിച്ചിരുന്നു. അതായത് ഞങ്ങളുടെ ടാരറ്റ് റീഡിംഗ് ചാനലിൽ മെമ്പറായിട്ടുള്ള അല്ലെങ്കിൽ അത്രയും നല്ലൊരു സ്പിരിച്വൽ, ഒരു റൈക്കി മാസ്റ്റർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്
അദ്ദേഹത്തെ ഇവിടെ മെൻഷൻ ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ബോക്സിലേക്ക് ഞാൻ പോയി നോക്കിയപ്പോൾ അവിടെ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഹീലിങ്ങിന് എടുക്കുന്ന ചാർജ് ചെയ്യുന്ന ഫീസുകൾ അല്ലെങ്കിൽ ആ ഒരു ചാർജ് ചെയ്യുന്ന എമൗണ്ട് വളരെ കൂടുതലാണെന്ന്. റേക്കി ഹീലിങ്ങിനെ. ഓക്കെ. സോ അവിടെ കൂടുതൽ എന്ന് പറയുമ്പം അത് ഓരോരുത്തരുടെയും എനർജി പറയുന്ന എമൗണ്ട് എത്രയാണോ അത്ര. ഇപ്പോൾ ടാരറ്റ് റീഡിങ്ങിനായാലും അതിനൊക്കെയും എനർജി തരുന്ന എമൗണ്ട് മാത്രമേ അത് കൊടുക്കാൻ പറ്റൂ. കാരണം നിങ്ങളുടെ എനർജിക്ക് അനുസരിച്ചിട്ടാണ് അവിടെ അവരൊരു ചാർജ് വരുന്നത്. പിന്നെ ഒന്ന്, ഈ ഒരു ടാരറ്റ് റീഡിങ്ങിലൂട്ടിയോ അല്ലെങ്കിൽ റേക്കിയിലൂട്ടിയോ നിങ്ങൾക്കൊരു ക്വിക്ക് റിലീഫ് കിട്ടുന്നുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യം. അത് കിട്ടുന്നുണ്ട് എല്ലാവർക്കും. പക്ഷേ അത് ചെയ്യുന്നവർക്കും അതിൻ്റെതായിട്ടുള്ള റിസ്കുകൾ ഉണ്ടാവും. സോ നിങ്ങൾ അവരുടെ കാർമിക് ആയിട്ടുള്ള കാര്യങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല. സോ കാർമിക് കാര്യങ്ങൾ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫീസ് ആയാലും ദക്ഷിണയായാലും ഒക്കെ പറയുന്നത്. ഇപ്പം ദീക്ഷക്ക് ഒരു പ്രത്യേക ദക്ഷിണ ഞാൻ സെറ്റ് ചെയ്യാറില്ല. കാരണം ദീക്ഷയുടെ സമയത്ത് നിങ്ങളുടെ മനസ്സ് നിറഞ്ഞ് നിങ്ങൾ എന്താണോ ദക്ഷിണ തരുന്നത് അതേ സ്വീകരിക്കൂ. ഓക്കെ. അത് ഏത് സംഖ്യയായാലും ശരി. പക്ഷേ ടാരറ്റ് റീഡിങ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും അതിനൊരു ചാർജ് ഉണ്ടാവും. ബിക്കോസ് അതൊരു എനർജി വെച്ചിട്ടുള്ളതാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് തരുന്ന ഒരു ഗൈഡൻസ് ആണ്. അതുപോലെ അതിന് അതിൻ്റെതായിട്ടുള്ള റിസ്കുകളും കാര്യങ്ങളും ഉണ്ട്. ഏതൊരു ജോലിക്കും അതിൻ്റെ റിസ്ക് ഉണ്ട്. സോ റേക്കി ഹീലിംഗ് എടുക്കും. ഞാൻ റേക്കി ഹീലിംഗ് ആർക്കും ഇപ്പം നിലവിൽ അങ്ങനെ ചെയ്തു കൊടുക്കാറില്ല. കുറച്ച് പേർക്ക് ഞാൻ ചെയ്യാറുണ്ട്. പക്ഷേ അത്ര വലുതായിട്ട് ഞാൻ ചെയ്തു കൊടുക്കാറില്ല. പക്ഷേ റേക്കി ഹീലിംഗ് ചെയ്യുന്നവരോട് പറയുകയാണെങ്കിൽ ഓരോരുത്തരും അവരവരുടെ എനർജിക്കനുസരിച്ച് മണി റിലേറ്റഡ് ആയി പോകുന്നവരുണ്ട്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ വ്യക്തിയും ബാക്കിയുള്ളവരൊക്കെയും അത്രയും ഇൻഡെപ്ത് ആയിട്ട് ഹീൽ ചെയ്തിട്ട ഓരോരുത്തരെയും സേവ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? സോ അവരുടെ എനർജിക്കനുസരിച്ച് അവരൊരു ചാർജ് പറയുന്നുണ്ടെങ്കിൽ അത് ബിക്കോസ് അവരത്രയും എന്താ റിസ്ക് എടുക്കുന്നുണ്ട്. സോ ഫ്രീ ആയിട്ട് നമുക്കൊന്നും എടുക്കാൻ പറ്റത്തില്ല. ഫ്രീ ആയിട്ട് കിട്ടുന്നതിനെ ഒന്നിനെയും നമ്മൾ സ്വീകരിക്കാനും പാടില്ല. ഓക്കെ. ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുമ്പം ഇവിടെ എന്താണെന്ന് വെച്ചാൽ എനിക്ക് വ്യൂവേഴ്സ് കിട്ടുന്നുണ്ട്. അത് വലിയൊരു കാര്യമാണ്. ഓക്കെ. പേഴ്സണൽ റീഡിംഗ് വരുന്ന സമയത്ത് ഒരു ചാർജ് ഉണ്ടാവും. സോ നിങ്ങൾ എന്ന് എഴുതിയിട്ട് ഇത് വീഡിയോ അത് നിങ്ങൾ എന്താ ഇത് ഈ ഒരു ഹീലിംഗ് കണ്ടിട്ട് അത് ഫ്രീ അല്ലേ എന്നൊന്നും പറഞ്ഞിട്ട് അങ്ങനെയല്ല. ബിക്കോസ് നിങ്ങളുടെ അടുത്ത് നിന്ന് എനിക്ക് വ്യൂസ് കിട്ടുന്നുണ്ട്, ലൈക്ക് കിട്ടുന്നുണ്ട്, കമൻറ്റ് കിട്ടുന്നുണ്ട്. സോ നിങ്ങളുടെ അടുത്ത് നിന്ന് വ്യൂ കിട്ടുമ്പോൾ അത് നല്ലൊരു ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ. സോ റിയൽ ലൈഫിലാണെന്നും പറയുകയാണെങ്കിൽ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒന്നും നമ്മൾ വാങ്ങരുത്. മാത്രമല്ല ഷോർട്ട് കട്ട്സ് പോലും പലപ്പോഴും നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ. സോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാനിവിടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ഇനി പേഴ്സണൽ ഡൗട്ട്സ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റീഡിങ്ങിനെ പറ്റി എന്തെങ്കിലും ഡൗട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ. സോ എല്ലാവർക്കും നന്ദി, നമസ്കാരം, നമോ ബുദ്ധായ.